ഇപ്പോൾ ഫോണുകളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സിലോട്ട് എങ്ങനെ നമുക്ക് കൂടുതൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പം ആപ്പിൾ ഐഫോൺസിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സിലോട്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റിക്കേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കണം. എന്തായാലും ഒരു എക്സാമ്പിളിന് ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുകയാണ്. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ മെസ്സേജ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒക്കെ ഒരു ചാറ്റ് സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ചാറ്റ് സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇങ്ങനൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റിക്കേഴ്സിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ബട്ടണാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി എഫക്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് സ്റ്റിക്കേഴ്സിലാണോ എഫക്ട്സ് ആഡ് ചെയ്യേണ്ടത് അതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ലീവ് ചെയ്യുന്ന സമയത്ത് ആഡ് എഫക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറേ എഫക്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഔട്ട്ലൈൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോമിക്, പഫി, ഷൈനി എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുക്കാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഡൺ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സിലോട്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.